നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LBSന്റെ ഏതാനും ചില ഡീറ്റെയിൽസ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ LBS ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോഴും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നമുക്കറിയാവുന്നതുപോലെ തന്നെ LBS ആപ്ലിക്കേഷൻസ് മിക്കവാറും എല്ലാ കുട്ടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ജൂൺ മാസം 12-ാം തീയതി വരെയാണ് ഇതിന്റെ അവസാന തീയതി ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ LBSന്റെ ആപ്ലിക്കേഷൻസ് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ നൽകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓൺലൈനായിട്ട് നൽകുന്ന സമയത്ത് തന്നെ നമുക്ക് അതിന് വേണ്ട എല്ലാ ഡോക്യുമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ പല കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ് അവരെ NCLന്റെ സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റിമാർക്സ് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ LBSൽ നമ്മൾ NCL അതായത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്ന സമയത്ത് നീറ്റിന് വാങ്ങിയിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ തന്നെ അപ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ട് പല കുട്ടികളും. അപ്പോൾ അതെന്ന് പറയുമ്പോൾ സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ നൽകേണ്ടതായിട്ടുണ്ടാവുക. അപ്പോൾ അതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അത് റിമാർക്സ് ആയിട്ട് കാണുകയും അതുപോലെ തന്നെ നിങ്ങളുടെ NCL കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു റിസർവേഷൻ പരിഗണിക്കാതെ പോവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയുള്ള NCL സർട്ടിഫിക്കറ്റിനെ സബ്മിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു കാര്യം, ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ ക്രിസ്ത്യൻ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ മുസ്ലിം സ്റ്റുഡൻസിനും ഏതാനും ചില മൈനോറിറ്റി കോളേജുകളിലൊക്കെ സീറ്റ് വേക്കൻസികൾ അല്ലെ സീറ്റ് റിസർവേഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റുകളാണ് നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ പല കുട്ടികളും ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ അവര് പള്ളിയിലെ അച്ഛന്റെ കയ്യിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്തതായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ മൈനോറിറ്റി സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അതായത് ഇന്ന കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളാണെന്ന് തെളിയിക്കുവാനുള്ള മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതാനും ചില മൈനോറിറ്റി കോളേജുകൾ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. അപ്പോൾ ആ ക്രിസ്ത്യൻ കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുവാൻ അല്ലെങ്കിൽ മുസ്ലിം മൈനോറിറ്റിയിലുള്ള കോളേജുകൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുവാനായിട്ട് അതൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പല കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ് അവരുടെ ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതിന്റെ എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്ത ആപ്ലിക്കേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ഇതിന്റെ ഫൈനൽ കൺഫർമേഷൻ കൊടുത്താൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ രജിസ്റ്റർ ചെയ്യപ്പെടുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആപ്ലിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു ഇത് കാണിച്ചിരിക്കുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അത് ഫോട്ടോ, സിഗ്നേച്ചർ, ഡോക്യുമെന്റ്, ആപ്ലിക്കേഷൻ എൻട്രി, മാർക്ക് എൻട്രി, ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഫൈനൽ കൺഫർമേഷൻ, ഇതെല്ലാം കൊടുത്തോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പല കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ് വെരിഫിക്കേഷൻ നോട്ട് ഡൺ എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റാസ് എല്ലാം മാനുവലി LBSന്റെ ഭാഗത്തു നിന്നും വെരിഫൈ ചെയ്ത് അത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്ന് അവർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ റിമാർക്സ് ആയിരിക്കും ഇവിടെ ഉൾപ്പെടുത്തുക. അപ്പോൾ വെരിഫിക്കേഷൻ കഴിയാത്തത് കൊണ്ടാണ് സ്റ്റാറ്റസ് നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതിന്റെ വെരിഫിക്കേഷൻ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ആയിരക്കണക്കിന് 10,000-കണക്കിന് ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. അതെല്ലാം മാനുവലി വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന റിസർവേഷൻസ്, ക്ലെയിമുകൾ ഉണ്ടാകാം, അതെല്ലാം എലിജിബിൾ ആണോ, നിങ്ങൾക്ക് അത് ആപ്ലിക്കബിൾ ആണോ എന്നുള്ളതെല്ലാം അവർ വ്യക്തമായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ വെരിഫിക്കേഷൻ പ്രോസസ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ്. പല കുട്ടികൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യാത്തവർ ടെൻഷൻ അടിക്കേണ്ട. തീർച്ചയായും നിങ്ങൾ 2-3 ദിവസം കൂടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ എങ്കിൽ നിങ്ങൾക്കത് മാറി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അതിന്റെ ആ വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യപ്പെടുക. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും റിമാർക്സുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം ഒറ്റ പേജിൽ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ റിസർവേഷൻസ് എന്തൊക്കെ ഇതിനു വേണ്ടിയൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതെല്ലാം പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ LBS ആപ്ലിക്കേഷനിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടാവുക. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ LBSന് നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും ഒറ്റ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ അഡ്മിഷൻസ് നടത്തപ്പെടുക. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിനോടൊപ്പം തന്നെ അതിന്റെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുകയും, അപ്പോൾ എനിക്ക് തോന്നുന്നു ജൂൺ മാസം തന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ കോളേജ് ഓപ്ഷൻ എൻട്രി ഒക്കെ തുടങ്ങാനുള്ള സാധ്യതകളും കൂടുതലായിട്ട് കാണുന്നുണ്ട്. എന്തായാലും ജൂലൈ മാസത്തോടുകൂടി തന്നെ അലോട്ട്മെന്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ
സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.